ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SV ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ഒരു സംഭാരം, ചൂട് കാലമല്ലേ, അപ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ നമുക്കൊരു സംഭാരം കുടിച്ചാൽ നല്ലൊരു സുഖമായിരിക്കുമല്ലോ. ഒരു സംഭാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് കറിവേപ്പില, ഒരു 3 ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതൊരു 2 ഗാർലിക്കാണ്, പിന്നെ കുറച്ച് മല്ലിയില, ഇത് ചെറിയ മാങ്ങ അധികം മധുരമുള്ളതൊന്നല്ല, എന്നാലും പുളിയുള്ളതല്ല, ചെറിയ മധുരമുള്ളൊരു മാങ്ങ. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് 1 കപ്പ് തൈര്. 1 കപ്പ് തൈരിന് നമ്മളൊരു 6 ഗ്ലാസ്, ഇതിനൊരു 6 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു മിക്സി ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളെല്ലാം മിക്സി ജാറിലേക്ക് ഇടാൻ പോവാണ്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില, മല്ലിയില, മാങ്ങ, എന്നിട്ട് എടുത്ത് വെച്ചിട്ടുള്ള 1 ഗ്ലാസ് തൈര്, അതും കൂടി ഒഴിച്ചിട്ട് ആദ്യം നമുക്കൊന്ന് അത് അടിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യാം. ഉപ്പിടാണ്ട് കേട്ടോ, അത് പറയാൻ മറന്നുപോയി. ഇവിടെ നമ്മൾ ഇതിനൊക്കെ യൂസ് ചെയ്യാറുള്ളത് കല്ലുപ്പാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇടുക, എന്നിട്ടിത് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സംഭാരം അടിച്ചു, നമ്മളെടുത്ത് വെച്ചിരുന്ന വെള്ളം മിക്സ് ചെയ്തു. ഇപ്പോൾ കുടിക്കാൻ പാകത്തിന് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുടിച്ചു നോക്കാം. ഉണ്ണി, സംഭാരം കുടിച്ചു നോക്കൂ. സംഭാരം എത്ര വട്ടുന്നായോ? പിന്നെ കുടിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ചൂട് കാലത്തൊക്കെ ഇത് കുടിച്ച് നല്ല റിഫ്രഷ് ആവും. നമ്മളിതിൽ ഐസ് ക്യൂബ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, കാരണം ഞങ്ങൾക്ക് 2 പേർക്കും തണുപ്പ് പറ്റില്ല, അതുകൊണ്ട് ഐസ് ക്യൂബ് ഇട്ടിട്ടില്ല. തണുപ്പ് പറ്റുന്നവർക്ക് ശരിക്കും ഐസ് ക്യൂബ് ഇട്ട് കഴിക്കുമ്പോൾ കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇത് തന്നെ ടേസ്റ്റ് ഉണ്ടാവും. ഞാനത് കുടിച്ചു നോക്കട്ടെ. എരിവ്, പുളി, ഉപ്പ്, ആ മാങ്ങയുടെ ടേസ്റ്റ് എവിടെയോ ബാക്ക്ഗ്രൗണ്ടിലേ ഉള്ളൂ. പക്ഷേ എല്ലാം കൂടി നല്ല ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ ഉണ്ണി, സൂപ്പർ. എരിവ് കൂടുതലുണ്ടോ? ചെറുതായിട്ട്. വേണമെങ്കിൽ ഇത്തിരി കൂടിയൊക്കെ വെള്ളം ഒഴിക്കുക കേട്ടോ. പിന്നെ ഈ എരിവ് നോർമൽ എരിവാണ്. ഇവിടെ ഉണ്ണിക്കധികം എരിവ് പറ്റില്ല, അതാണ് ആൾ എരിവ് പറയുന്നത്. ഇനി അങ്ങനെ കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, കുറച്ചുകൂടി ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാം. എന്നാൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് കഴിക്കാൻ നോക്കുക, അപ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായി എങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കുക. അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. Signing off from Sanvika and Vidya.